കുട്ടികളെ പീഡിപ്പിച്ച നരാധമന്റെ അന്ത്യം ജയിലിൽ, അതും സഹതടവുകാരന്റെ കുത്തേറ്റ്. ബ്രിട്ടീഷ് ഗായകനായ ഇയാൻ വാട്കിൻസ് ആണ് മരിച്ചത്. പാട്ടിന്റെ നാട് എന്നറിയപ്പെടുന്ന വെയിൽസ് ആണ് ഇയാന്റെ സ്വദേശം. നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല ഗായകനെന്ന് പേരെടുത്തു. 1997 രൂപീകരിച്ച ലോസ്റ്റ് പ്രോഫറ്റ്സ് എന്ന ലോകപ്രശസ്തമായ റോക്ക് ബാൻഡിന്റെ പ്രധാന ഗായകനായി. ആരാധിക്കാനും ആർപ്പു വിളിക്കാനും മുന്നിലും പിന്നിലും ആയിരങ്ങളുണ്ടായി. പതിയെ ഇയാന്റെ തനി സ്വരൂപം പുറത്തുവന്നു. ശിശുക്കളെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഒരു ആരാധികയുടെ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ലൈംഗിക വീഴ്ചയുടെ ദൃശ്യങ്ങൾ കൈവശം വെച്ചു. എല്ലാ കുറ്റകൃത്യങ്ങളും തെളിവ് സഹിതം പിടിക്കപ്പെട്ടു. 2013 ഡിസംബറിൽ 13 ലൈംഗിക കുറ്റങ്ങൾ അദ്ദേഹം സമ്മതിച്ചു. കോടതി 29 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ജയിലിൽ മൊബൈൽ ഫോൺ കൈവശം വെച്ചതിന് ശിക്ഷ പിന്നീട് 10 മാസം കൂടി വർദ്ധിപ്പിച്ചു. തടവിൽ കഴിയവേ മുൻപ് ഒരു തവണ ഇയാനെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി, 2023. അന്ന് കുത്തേറ്റെങ്കിലും കഷ്ടി രക്ഷപ്പെട്ടു. കുറെ കാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 11 വെസ്റ്റ് യോർക്ക്ഷയറിലെ HMP വേക്ക്ഫീൽഡ് ജയിലിലാണ് സംഭവം. ഇയാന് നേരെ പാഞ്ഞെടുത്ത മറ്റൊരു തടവുകാരൻ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കേസിൽ 25ഉം 43ഉം വയസ്സുള്ള 2 പേരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിക്കുമ്പോൾ 48 വയസ്സായിരുന്നു ഇയാന്റെ പ്രായം. ആക്രമണത്തിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ജയിൽ അധികൃതർ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.